അതേസമയം ബി ജെ പിയിലേക്ക് വരുമ്പോൾ അവിടെ ബി ജെ പിയിൽ വലിയ തോതിലുള്ള പടലപ്പിണക്കങ്ങൾ നടക്കുന്നുണ്ട്. അത് ബി ജെ പി കോർ കമ്മിറ്റി രൂപീകരണത്തിൽ ചില വനിതാ നേതാക്കൾക്കുള്ള എതിർപ്പാണ്. കാരണം അങ്ങനെ പാർട്ടി ഗ്രൂപ്പിൽ തന്നെ ഈ എതിർപ്പ് അറിയിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. എതിർപ്പ് അറിയിച്ചത് മുൻ സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ ആണ്. കോർ കമ്മിറ്റിയിൽ കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്താത്തതിൽ ആണ് ഈ വിമർശനം. അതായത് കോർ കമ്മിറ്റിയിലെ 21 അംഗങ്ങളിൽ 21 പേർ, അതായത് കോർ കമ്മിറ്റിയിൽ 21 പേരും പുരുഷന്മാരാണ്, ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അതിനെ കോറിൽ 21 നാരായണന്മാരും ഒരു നാരായണിയും മാത്രം എന്നാണ് ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് എന്നതാണ്. അതും ഒരു വനിത തന്നെയാണ്. ഇത്തരത്തിലൊരു മുതിർന്ന BJP നേതാവും വനിതയും ആണ് ഇങ്ങനെ, സിന്ധുമോൾ ആണ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുന്നത് എന്നതാണ്. ഇതിനെ ആരെങ്കിലും ഏറ്റുപിടിക്കുമോ വരും ദിവസങ്ങളിൽ എന്നാണ് കണ്ടറിയേണ്ടത്. CPIയിലേക്ക് വരുമ്പോൾ CPI മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞുവെന്ന് CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ വിമർശിക്കുകയാണ്. നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും എന്ന വിമർശനം ആണ് ഉയർന്നത്. VV അരുണാണ് ചേരുന്നത്. അരുൺ, വലിയ വിമർശനമാണ്. പ്രത്യേകിച്ച് കാലങ്ങളായി മുന്നണിയുടെ ഭാഗമാണ്, പക്ഷേ അവിടെ ഒരു ഏകാധിപത്യ സ്വഭാവമാണ് CPIനുള്ളത് എന്ന ഒരു വിമർശനമൊക്കെ CPIക്കുള്ളിൽ ഉണ്ട്. പക്ഷേ ഇതിപ്പോൾ അതിനേക്കാൾ കടന്ന് വിമർശനം പോവുകയാണോ? തീർച്ചയായിട്ടും വലിയ വിമർശനമാണ് CPIനെതിരെ സമ്മേളനത്തിൽ CPIയുടെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. പിണറായി സർക്കാർ എന്നാണ് പലപ്പോഴും പറയുന്നത്. ഇത് പിണറായി സർക്കാരിലെ ഇടതു മുന്നണി സർക്കാരാണ് എന്ന് വേണം പറയേണ്ടത്. ഒന്നാം പിണറായി സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ എന്നല്ല പറയേണ്ടത്. ഈ CPM പലപ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് സമാനമായാണ് മുന്നോട്ട് പോകുന്നത്. കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുന്നുണ്ട് സർക്കാർ. അതുപോലെ തന്നെ CPI വകുപ്പുകളെ തഴந்தாഴ്ത്തുന്നു. CPI വകുപ്പുകൾക്ക് പണം നൽകുന്നില്ല എന്ന വിമർശനമുണ്ട്. ഹോർട്ടികോർപ്പിനെ പോലുള്ള വകുപ്പുകൾ, അതുപോലെ സിവിൽ സപ്ലൈസ് പോലുള്ള വകുപ്പുകൾക്ക് തുക നൽകാതെ അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു എന്ന വിമർശനവും ഉയർന്നു വന്നു. ഈ വിഷയത്തിൽ പല കാര്യങ്ങളിലും CPMനെ എതിർക്കാൻ, ശക്തമായി എതിർക്കാൻ CPI നേതാക്കൾ കഴിയുന്നില്ല. ബിനോയ് വിശ്വത്തെ രൂക്ഷ വിമർശനവും പരിഹാസത്തോടു കൂടിയാണ് പ്രതിനിധികൾ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നത്. ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണ് എന്ന് പരിഹസിച്ചു. എന്തു പറയുന്നു അദ്ദേഹത്തിനും പോലും അറിയാത്ത സാഹചര്യമാണ്. ഗുളിക കഴിക്കും പോലെയാണ് പലപ്പോഴും പ്രസ്താവനകൾ. രാവിലെ ഒന്ന്, ഉച്ചയ്ക്ക് മറ്റൊന്ന്, വൈകിട്ട് വേറൊന്ന് എന്ന രീതിയിലാണ് പറയുന്നത്. വെളിയത്തെയും ചന്ദ്രപ്പനെയും കണ്ട് പഠിക്കണം. CPI നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കുകയാണ്. AK സെന്ററിൽ പോയി ചായ കുടിച്ച് കുശലം പറഞ്ഞു മടങ്ങുന്നു എന്ന വിമർശനവും ഉയർന്നു. നേരത്തെ പുറത്തുവിട്ട CPIയിലെ ഒരു ജാതി വിവാദമുണ്ട്. അത് സമ്മേളനത്തിലും ഉയർന്നു വന്നു. ഒരു ലഘുലേഖയാണ് ന്യൂസ് 8 നേരത്തെ പുറത്തുവിട്ടത്. ഈ CPIയിലെ ജാതി വിവേചന ആരോപണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജില്ലാ സമ്മേളനത്തിലും അത് ആരോപണമായി ഉയർന്നു വന്നു. CPI ജാതി വിവേചനമുണ്ട്, പിന്നാക്ക വിഭാഗങ്ങൾ അവഗണിക്കുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം N രാജനെ പോലും തരം താഴ്ത്തുന്ന വിമർശനമുണ്ടായി. പ്രചരണ മാധ്യമങ്ങൾ അവസാനമാണ് അദ്ദേഹത്തിന്റെ പേര് ചേർക്കുന്നത്. ഇതാണ് ഈ ജാതി വിവേചന ഉദാഹരണമായി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞു. CPM ബന്ധം ഉപേക്ഷിക്കണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പാള കീറും പോലെ നമ്മളെ കീറി എറിഞ്ഞവരാണ് CPMകാർ. എന്നിട്ട് ഇപ്പോഴും അവർക്കൊപ്പം പോയി നിൽക്കുകയാണ് നമ്മൾ. നാറിയവനെ ചുവന്നാൽ ചുമന്നവനും നാറും. മുന്നണി ബന്ധം ഇനിയെങ്കിലും പുനരാലോചിക്കണമെന്ന ആവശ്യവും ഉയർന്നു വന്നു. CPI മന്ത്രിമാർക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഈ സമ്മേളനത്തിലുണ്ടായി. രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് ഇത്രയധികം വിമർശനങ്ങൾ. സംഘടനാ റിപ്പോർട്ടിന്മേൽ നാളെ ചർച്ച നടക്കും. പുതിയ കമ്മിറ്റിയും നാളെ തിരഞ്ഞെടുക്കും. അഭിലാഷ്, ഇതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും CPIയിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് പിണറായി സർക്കാർ എന്ന പരാമർശം, അല്ലെങ്കിൽ അത്തരത്തിലല്ല ഈ സർക്കാരിനെ വിലയിരുത്തേണ്ടത്, ഇടത് സർക്കാർ എന്നാണ് കണക്കാക്കേണ്ടത്. അങ്ങനെയൊന്നുമല്ല സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി